നവരാത്രി ആഘോഷ നിറവിലാണ് തിരുവനന്തപുരം കരിക്കകം ദേവീക്ഷേത്രം. സംഗീതോത്സവമടക്കം വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. നിരവധി ഭക്തരാണ് അഭീഷ്ടവരദായിനിയായ അമ്മയെ തൊഴാൻ ദൂരെ നിന്നടക്കം എത്തുന്നത്. ക്ഷേത്രസന്നിധിയിൽ നിന്ന് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, എത്രത്തോളം ഭക്തിസാന്ദ്രം കരിക്കകം ക്ഷേത്രം? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തി സ്വരൂപിണിയായ അമ്മയെ കാണാൻ നിരവധി ആളുകളാണ് കരിക്കകം ദേവീക്ഷേത്രത്തിലെത്തുന്നത്. സത്യത്തിൻ്റെ ക്ഷേത്രം എന്ന് തന്നെയാണ് കരിക്കകം ദേവീക്ഷേത്രം അറിയപ്പെടുന്നത്. 600 വർഷത്തോളം പഴക്കമുണ്ട് എന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നായി എടുത്തു പറയേണ്ടത്. നമുക്കറിയാം, രാജഭരണകാലത്ത് നീതി നിർവഹണം ഉൾപ്പെടെ ഇവിടെ നടന്നിട്ടുണ്ട് എന്നൊരു കാര്യമാണ് രേഖകളിൽ പ്രധാനമായും എടുത്തു പറയുന്നത്. പ്രജകൾ ഇവിടെ വന്ന് സത്യം ചെയ്യാറുണ്ട്, ദേവിയുടെ തിരുനടയിലെത്തി സത്യം ചെയ്യാറുണ്ട് എന്നത് തന്നെയാണ്. 3 ഭാവങ്ങളിലാണ് ദേവി ഇവിടെ കുടിയേറുന്നത് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശാന്തസ്വരൂപിണിയായ അമ്മയായും ഉഗ്രരൂപിണിയായ ദേവിയായും ഒക്കെ വിവിധ ഭാവങ്ങളിൽ ഭക്തർക്ക് ദേവി അനുഗ്രഹം നൽകുന്നു. നമ്മളിപ്പോൾ കാണുന്നത് നവരാത്രിയോടനുബന്ധിച്ച് തയ്യാറാക്കിയിരിക്കുന്ന സരസ്വതി മണ്ഡപമാണ്. അതിപ്രശസ്തമായ സരസ്വതി മണ്ഡപം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കൂടുതൽ ദേവിയുടെ വിവിധ ഭാവങ്ങൾ ആരാധിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ നിരവധി ചടങ്ങുകൾ, പൂജവയ്പ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി നമ്മളോടൊപ്പം ചേരുന്നു. വിവിധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ദൂരെ നിന്ന് പോലും ക്ഷേത്രത്തിലേക്ക് ആളുകൾ വരുന്നു. അതിപുരാതനമായ ക്ഷേത്രം, ശക്തി സ്വരൂപിണിയായ ക്ഷേത്രം, സത്യത്തിൻ്റെ ക്ഷേത്രം എന്നാണ് കരിക്കകം ദേവീക്ഷേത്രം അറിയപ്പെടുന്നത്. എന്തൊക്കെ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്? നമസ്കാരം. കരിക്കകത്തെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവം ദേവിക്ക് കളഭാഭിഷേകത്തോടുകൂടി ആരംഭിച്ച് ഈ പൂജവെപ്പ് ഒക്ടോബർ 2-ാം തീയതി വിദ്യാരംഭത്തോടുകൂടി പരിസമാപിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ വിവിധ കലാപരിപാടികളും വ്യത്യസ്തമായ പൂജാ പരിപാടികളും നടക്കുന്നു. പൂജാ കാര്യങ്ങളുമുണ്ട്. ഈ തിങ്കളാഴ്ച പൂജ വെച്ച് 2 ദിവസം ആയുധ പൂജയും പുസ്തക പൂജയും കഴിഞ്ഞ് ഒക്ടോബർ 2-ാം തീയതി വ്യാഴാഴ്ച വിദ്യാരംഭത്തോടുകൂടി പരിസമാപിക്കുന്നു. സ്വാമി, ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം അത് വളരെ പ്രശസ്തമാണ്. ദൂരെ നിന്ന് വരുന്നവർക്ക് പോലും എന്ത് കാര്യവും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്ന ദേവി എന്നത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഐതിഹ്യത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി. അതായത് ഒരു ദേവി ചൈതന്യത്തിൽ തന്നെ 3 രീതികൾ, ചാമുണ്ഡി ദേവിയെ തന്നെ രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി, ചാമുണ്ഡി ദേവിയായിട്ട് ആരാധിക്കുന്ന ഒരേ ഒരു സങ്കേതമാണെന്നാണ് തോന്നുന്നത്. കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു സങ്കേതം തോന്നുന്നു. ബാലചാമുണ്ഡി ദേവി കുട്ടികളുടെ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസം ഇത്യാദി കാര്യങ്ങൾ, കല്യാണം ഇത്യാദി കാര്യങ്ങൾക്കും ബാലചാമുണ്ഡി നട തുറന്ന് പ്രാർത്ഥിക്കുന്നു. രക്തചാമുണ്ഡി നട തുറന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കാര്യസാധ്യത്തിനും നമ്മൾ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ നടത്തുന്നതിനും പിന്നെ ശത്രുദോഷം മാറുന്നതിനും ഇത്യാദി കാര്യങ്ങൾക്ക് വേണ്ടി രക്തചാമുണ്ഡി നട. മറ്റ് ചാമുണ്ഡി ദേവിയുടെ നടയിൽ എല്ലാ കാര്യങ്ങളും സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആൾക്കാർ. പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഈ സമയത്ത് തീർച്ചയായിട്ടും ഉണ്ട്. ഓരോ നടയിലും നടപൂജയും ഓരോ ദേവിക്കും പ്രത്യേകം പൂജകളും, സർവാലങ്കാര പൂജ, പിന്നെ എല്ലാ മലയാള മാസത്തിലെയും കാർത്തിക നാളിലും മകനക്ഷത്രത്തിലും നടക്കുന്ന തണ്ണീർക്കുട, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. തീർച്ചയായും കൃഷ്ണരാജ്, ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അതിവിപുലമായ പരിപാടികൾക്ക് തന്നെയാണ് കരിക്കകം ദേവീക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. 2-ാം തീയതി ആരംഭിച്ച പരിപാടി 22 വരെയാണ് ഉണ്ടാവുന്നത് എന്നത് തന്നെയാണ്. ഈ 22 മുതൽ ഒക്ടോബർ 2 വരെ അതിവിപുലമായ പരിപാടിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ തന്നെ നമ്മുടെ കൂടെ ചേരുന്നു. നിരവധി ഭക്തജനങ്ങളാണ് എത്താറുള്ളത് എല്ലാ വർഷവും. ഈ വർഷം അതിവിപുലമായ പരിപാടികൾ, കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിലുള്ള പരിപാടികൾ, കുറച്ചുകൂടി ആളുകൾ വരുമെന്ന് പ്രതീക്ഷിച്ച അതിവിപുലമായ പരിപാടികൾക്കല്ലേ തുടക്കം കുറിച്ചിരിക്കുന്നത്? അതെ, കഴിഞ്ഞ വർഷത്തെക്കാലം അതിവിപുലമായ രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വിദ്യാരംഭത്തിന് തന്നെ 10-ലധികം ആചാര്യന്മാരെ നമ്മളിവിടെ ക്ഷണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാലം ഇപ്പോൾ ഒരു 150ഓളം പേർ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുട്ടികൾ വിദ്യാരംഭത്തിന് വേണ്ടി. പിന്നെ നമ്മുടെ നവരാത്രി മണ്ഡപത്തിൽ തന്നെ 10 ദിവസവും പ്രോഗ്രാം, കുട്ടികളുടെ രാവിലെയും വൈകുന്നേരം എല്ലാ കലാപരിപാടികളും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ഒരു ലളിത സഹസ്രനാമം ഭക്തജനങ്ങളെ കൊണ്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും മുൻവർഷത്തെക്കാളും അതിവിപുലമായ രീതിയിൽ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. ഈ 22-ാം തീയതി നമ്മളെ ദേവസ്വം തന്ത്രി
പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കളഭാഭിഷേകത്തോടു കൂടിയാണ് നമ്മൾ നവരാത്രി ആരംഭം കുറിച്ചത്. വൈകുന്നേരം അദ്ദേഹം 5 മണിക്ക് ഭദ്രദീപം കൊളുത്തിയാണ് നവരാത്രി മണ്ഡപത്തിൽ പൂജവെപ്പിൻ്റെ നടത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന പരിപാടിയൊക്കെ തന്നെ നോട്ടീസിലുണ്ട്. അത് ആരൊക്കെയാണ് ആ പ്രമുഖർ? കട്ട് ചെയ്യാമോ? അത് പേര് എനിക്ക് നോക്കില്ല. ഓക്കെ, അത്തരത്തിലുള്ളൊരു പരിപാടി ആവിഷ്കരിച്ചു. പരിപാടി 5 പേരെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. അതെല്ലാ സംവിധാനം എല്ലാ പരിസര 1-2 പേര് പോലീസ് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അല്ലാതെ ഉള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരെല്ലാം നമ്മുടെ പ്രമുഖ വ്യക്തികളെ നമ്മൾ ആദരിക്കുന്നു. ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് സരസ്വതി മണ്ഡപത്തിന് അതിപ്രശസ്തമായ അല്ലെങ്കിൽ ചരിത്രമുണ്ട്. അതിവിപുലമായ ഒരു സരസ്വതി മണ്ഡപമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതെ തീർച്ചയായും. മറ്റുള്ള 4-5 ദിവസത്തെ കഠിനമായ എല്ലാ ജീവനക്കാരുടെയും ട്രസ്റ്റിൻ്റെയും കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള ഒരു മണ്ഡപം നമുക്കിവിടെ ഒരുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഭക്തജനങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കൂടാതെ എഴുത്തിന് വരുന്ന കുട്ടികൾക്ക് അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും കൃഷ്ണരാജ്, ഇദ്ദേഹം പറഞ്ഞതുപോലെ നവരാത്രി ആഘോഷങ്ങൾ അതിവിപുലമായി ആഘോഷിക്കാൻ തന്നെയാണ് കരിക്കകം ദേവി ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. സത്യത്തിൻ്റെ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം നേരത്തെ തന്ത്രി സൂചിപ്പിച്ചതുപോലെ ദേവിയുടെ 3 ഭാവങ്ങൾ കുടിയേറുന്ന ക്ഷേത്രം. അഭീഷ്ടവരദായിനിയായ ദേവിയെ കാണാൻ നിരവധി ആളുകളാണ് പല ദേശത്ത് നിന്ന് ഇവിടെ എത്തുന്നത്. അവരുടെ പ്രാർത്ഥനകൾ ദേവിയുടെ നടക്കിൽ സമർപ്പിക്കുന്നു. ആ പ്രാർത്ഥനകൾക്കൊക്കെ അനുഗ്രഹമായി ദേവി എത്തുന്നു എന്നത് തന്നെയാണ് കരിക്കകത്തെ ഏറ്റവും പ്രശസ്തമാക്കുന്നത് എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി എല്ലാ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാരംഭത്തിന് എത്തുന്നവർക്കുൾപ്പെടെ എല്ലാ വിധത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. എന്തായാലും വിദ്യാരംഭ ദിവസം കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് കൂടുതൽ രജിസ്ട്രേഷനുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും അതിവിപുലമായ ചടങ്ങുകളായിരിക്കും ഉണ്ടായിരിക്കുക എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇഷ്ടവരദായിനിയായ ദേവി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നു എന്നത് തന്നെയാണ് ഈ നവരാത്രി ദിവസം ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷതയായി എടുത്തു പറയേണ്ടത്. കൃഷ്ണരാജ്, ശരി. തിരുവനന്തപുരം കരിക്കകം ക്ഷേത്രം നവരാത്രി ആഘോഷ നിറവിലാണ്. അവിടെ വിപുലമായ ഒരുക്കങ്ങളാണ് വിദ്യാരംഭത്തിനടക്കം ഉള്ളത്. നിരവധി ഭക്തർ അവിടേക്ക് എല്ലാ ദിവസവും എത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.